ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 ശ്ലോകം 69 മുതൽ 85 വരെ വായിക്കാം. കുമാര ഊചു ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛസി ശ്രീമദ്ഭാഗവതേനൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ. സൂത ഉവാച ഇത്യുക്ത്വാ തേ മഹാത്മാന പ്രോചുർഭാഗവതീം കഥാം സർവപാപഹരാം പുണ്യാം ഭുക്തിമുക്തിപ്രദായിനീം. ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തതോ ദേവം തുഷ്ടുവു പുരുഷോത്തമം. തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പുഷ്ടതാ പരാ താരുണ്യം പരമം ചാഭൂത് സർവഭൂതമനോഹരം. നാരദശ്ച കൃതാർത്ഥോഭൂത് സിദ്ധേ സ്वीये മനോരഥേ പുളകീകൃതസർവാംഗ പരമാനന്ദസംഭൃത. ഏവം കഥാം സമാകർണ്യ നാരദോ ഭഗവത്പ്രിയ പ്രേമഗദ്ഗതയാ വാച താനുവാച കൃതാഞ്ജലി. നാരദ ഉവാച ധന്യോസ്മ്യനുഗൃഹീതോസ്മി ഭവദ്ഭിഃ കരുണാപരൈ. അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധന. വൈകുണ്ഠസ്ഥോ യതഃ കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യത്തെ. സൂത ഉവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ. പരിഭ്രമൻ സമായാത ശുഗോ യോഗേശ്വരസ്തഥാ. തത്രായയൗ ഷോഡശവാർഷികസ്തഥാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാ. കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ശനൈഃ. ദൃഷ്ട്വാ സതസ്യാ പരമോരുതേജസം സദ്യഃ സമുത്ഥായ ദദുർമഹാസനം. പ്രീത്യാ സുരർഷിസ്തമപൂജയത് സുഖം സ്ഥിതോ വദത്സം ശൃണുതാമലാം ഗിരം. ശ്രീശുക ഉവാച നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. ശ്രീമദ്ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവമമലം ജ്ഞാനം പരംഗീയത്തെ. യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ. അതഃ പിബന്തു സദ്ഭാഗ്യാ മാമുഞ്ചത കർഹിചിത്. സൂത ഉവാച ഏവം ബ്രുവാണേ സതി ബാദരായണൗ मध्ये सभायां हरिराविरासीत्
പ്രഹ്ലാദബല്യുദ്ധവ ഫാൽഗുനാദിഭിർവൃത സുരർഷിസ്തമപൂജയച്ഛ താൻ ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തദാ ഭവോ ഭവാന്യാ കമലാസനസ്തു തത്രാഗമത്കീർത്തനദർശനായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6-ാം അധ്യായത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ സനൽകുമാരാദികൾ പറയുന്നു, ഹേ നാരദ, ഇപ്രകാരം ഞങ്ങൾ അങ്ങയോട് സപ്താഹയജ്ഞത്തെ സംബന്ധിച്ചത് മുഴുവനും പറഞ്ഞു. ഇനി എന്ത് കേൾക്കണമെന്നാണ് ആഗ്രഹം? ശ്രീമദ് ഭാഗവതം കൊണ്ട് തന്നെ ഇഹത്തിലും പരത്തിലും ലഭിക്കേണ്ടതായ സുഖങ്ങൾ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ധരിച്ചുകൊള്ളുക. സൂതൻ പറയുന്നു, ഹേ ശൗനക, ഇപ്രകാരം മഹാത്മാക്കളായ അവർ സർവപാപങ്ങളെ നശിപ്പിക്കുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ഇഹപര സുഖങ്ങളെ നൽകുന്നതുമായ ഭാഗവത കഥയെ നാരദമുനിയോട് പറഞ്ഞു. മനസ്സിനെ പല ദിക്കിലും സഞ്ചരിപ്പിക്കാതെ ഒരിടത്ത് നിർത്തി സപ്താഹപാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മഹാത്മ്യത്തെ ധരിപ്പിച്ച ശേഷം പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സ്തുതിച്ചു. അതിൻ്റെ അവസാനത്തിൽ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്ന 3 പേർക്കും പരമപുഷ്ടിയും സർവപ്രാണികളുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ മതിയായ പരമയൗവനവും ലഭിച്ചു. നാരദരും മനോരഥം സാധിച്ചതിനാൽ കൃതാർത്ഥനും സർവാംഗത്തിലും രോമാഞ്ചത്താൽ വ്യാപിക്കപ്പെട്ടവനും പരമാനന്ദ പരിപൂർണനുമായി ഭവിച്ചു. ഭഗവത് പ്രിയനായ നാരദർ ഇപ്രകാരമുള്ള കഥയെ സാദരം കേട്ട ശേഷം ഭക്തി നിമിത്തം തൊണ്ടയിടറി പുറപ്പെടുന്ന വാക്കുകളോടുകൂടെ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. നാരദ ഉവാച, നാരദർ പറയുന്നു, കരുണാലുക്കളായ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ധന്യനായി. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയെ ഇപ്പോൾ എനിക്ക് ലഭിച്ചു. ഹേ തപോധനന്മാരെ, ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ വൈകുണ്ഠവാസിയായ ശ്രീകൃഷ്ണനെ പ്രാപിക്കാം. സൂതർ പറയുന്നു, വിഷ്ണുഭക്തന്മാരിൽ വെച്ച് ഉത്തമനായ നാരദർ ഇപ്രകാരം പറയുമ്പോഴേക്ക് 4 പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗമുനി അവിടെ വന്നു. യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന മനോഹരാകൃതിയോടു കൂടിയവനും ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായ വ്യാസപുത്രൻ കഥാവസാനത്തിൽ പ്രേമാധിക്യം നിമിത്തം ഭാഗവതത്തെ മന്ദം മന്ദം ഉച്ചരിച്ചും കൊണ്ടവിടെ വന്നു. പരമോത്കൃഷ്ടവും മഹത്വമായ തേജസ്സോടുകൂടിയ ശ്രീശുകമുനിയെ കണ്ടിട്ട് സദസ്സിലുള്ളവർ പെട്ടെന്ന് ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. സർവോത്തമമായ ആസനം നൽകി, ഇരിപ്പിടം നൽകി പ്രീതിപൂർവം ദേവർഷിയായ നാരദർ പൂജിച്ചു. സുഖമാകും വണ്ണം അതിന്മേലിരുന്ന ശുഗമുനി അവരോട് പറഞ്ഞ പരിശുദ്ധമായ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ. ശ്രീ ശുഗർ അരുളി ചെയ്തു, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീശുഗമുഖത്തിൽ നിന്നൊഴുകിയതും അമൃതദ്രവത്തോടുകൂടിയതും മോക്ഷത്തെ ദാനം ചെയ്യുന്നതും കളയത്തക്ക അംശമൊന്നുമില്ലാത്തതും കൊണ്ട് രസം തന്നെ സ്വരൂപത്തെ ധരിച്ചതുമായ ഭാഗവതത്തെ ഹേ ഭൂമിയിൽ പരമഭാഗ്യവാന്മാരായ രസികന്മാരെ, നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നതുവരെ പാനം ചെയ്യുവിൻ. കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന 3 ഭാഗങ്ങളെ വെവ്വേറെ കാട്ടുന്നതുകൊണ്ട് വേദങ്ങൾ കാണ്ഡത്രയങ്ങൾ അടങ്ങിയവയാകുന്നു. സുഖേന മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഈ ഭാഗവത സംഹിതയാവട്ടെ കാണ്ഡത്രയങ്ങൾ അടങ്ങിയ വേദങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കുന്നു. മാത്സര്യാദി ദോഷവൃത്തികൾ നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ പരമോത്കൃഷ്ടത്വേന സ്വീകരിച്ചിരിക്കുന്ന സത്യധർമ്മസ്വരൂപത്തെ ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ആധ്യാത്മിക, ആധിദൈവികം, ആധിഭൗതികം എന്നു പേരുള്ള 3 വിധ താപങ്ങളെ വേരോടുകൂടെ
നശിപ്പിക്കുന്നതും മനുഷ്യജന്മമെടുത്തവർ അവശ്യം അറിയേണ്ടതും പരമകല്യാണത്തെ നൽകുന്നതുമായ സത്യവസ്തു ഇന്നതാണെന്ന് ഇതിൽ സ്വരൂപനിർണയം ചെയ്തിരിക്കുന്നു. മഹാമുനിയായ ശ്രീ വേദവ്യാസരാൽ നിർമ്മിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പാൻ ആഗ്രഹമുള്ള വിദ്വാൻമാരുടെ ഹൃദയത്തിൽ സർവ അന്തര്യാമിയായ ഈശ്വരൻ അവർക്കനുഭവ ആനന്ദ സ്വരൂപനായിട്ട് തൽക്ഷണം വിളങ്ങുന്നു. അതിനാൽ അപരഗ്രന്ഥങ്ങളെ പിന്നെ എന്തിനായിട്ട് സ്വീകരിക്കണം? ആവശ്യമില്ല. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് സമുചിത മാർഗം ഭാഗവത സമാശ്രയം ഒന്നു തന്നെ എന്ന സാരം. ശ്രീമദ് ഭാഗവതം സകല പുരാണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമാകുന്നു. അതുമാത്രമാണ് വൈഷ്ണവർക്കുള്ള മുഖ്യധനം. യാതൊന്നിൽ പരമഹംസന്മാരായ യോഗികൾ അനുഭവിച്ചറിയുന്നതായ ബ്രഹ്മാത്മൈക്യ ജ്ഞാനം സ്പഷ്ടമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടി ചെയ്യപ്പെടുന്ന കർമ്മം രണ്ടാമത് ജന്മമരണാദി സംസാര കർമ്മങ്ങളെ ജനിപ്പിക്കുകയില്ലെന്നുള്ള പരമാർത്ഥ സംഗതിയെ ഇതിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ഭാഗവതത്തെ കേൾക്കുക, കീർത്തിക്കുക, അർത്ഥവിചാരം ചെയ്യുക എന്നിവയിൽ തന്നെ മനസ്സിരുത്തുന്ന പുരുഷന് നിർമ്മലമായ ഭക്തി, ഭഗവത് ഭക്തിയും തദ്വാര മോക്ഷവും ലഭിക്കുമെന്നത് നിശ്ചയമാണ്. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ കഥാരസം ലഭിക്കുകയില്ല. അതുകൊണ്ട് മഹാശോഭന ഭാഗ്യശാലികളെ, നിങ്ങൾ ഈ രസത്തെ, ദുർലഭമാകുന്ന അമൃതത്തെ പാനം ചെയ്യുവിൻ. ഒരു കാലത്തും ഉപേക്ഷിക്കാതിരിപ്പിൻ. സൂതർ പറയുന്നു, വ്യാസപുത്രനായ ശ്രീശുകമുനി ഇപ്രകാരം അരുളി ചെയ്യുമ്പോൾ സഭാമധ്യത്തിൽ ശ്രീഹരി ആവിർഭവിച്ചു. പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവർ, അർജുനൻ മുതലായ ഭക്തോത്തമന്മാരും ഭഗവാനോടുകൂടെ ഉണ്ടായിരുന്നു. ദേവർഷിയായ ശ്രീ നാരദർ ഭഗവാനെയും അനുചരന്മാരെയും പൂജിച്ചു. മഹത്തായ ഇരിപ്പിടത്തിൽ ഭഗവാൻ ഇരുന്നു. പ്രസന്നനായ ഭഗവാന്റെ മുൻഭാഗത്ത് നിന്ന് പ്രഹ്ലാദാദി ഭക്തന്മാർ സ്തുതിച്ചു. ശ്രീശിവൻ പാർവതീദേവിയോടുകൂടെ അവിടെ വന്നു ചേർന്നു. ബ്രഹ്മാവും വന്നു. ഭഗവാനെ കീർത്തനം ചെയ്യുവാനും ദർശിപ്പാനുമായിട്ട് തന്നെയാണ് അവരും അവിടെ വന്നു ചേർന്നിരിക്കുന്നത്.